بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أيها الإخوان والأخوات أوصيكم إياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم فهل عسيتم إن توليتم أن تفسدوا في الأرض وتقطعوا أرحامكم أولئك لعنهم الله فأصمهم وأعمى أبصارهم സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസികൾ പ്രപഞ്ചനാഥന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തുസൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ സൂക്ഷിക്കുന്ന ജീവിതത്തിൽ തന്നെ ബാധ്യതകൾ തിരിച്ചറിഞ്ഞ് നിർവഹിക്കുന്ന റബ്ബിന്റെ ഇഷ്ടദാസന്മാരിക്കും ഉസ്മാൻ താഴ നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ്. നമ്മുടെ കുടുംബം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ആ കുടുംബവും ആ കുടുംബത്തിലുള്ള അംഗങ്ങളുമൊക്കെ നമ്മൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും വാത്സല്യവും ആർദ്രതയും അനുകമ്പയും ഒക്കെ കാണിക്കുന്ന വ്യത്യസ്ത രൂപത്തിലുള്ള ആളുകൾ അവരൊന്നും നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നമ്മുടെ നെഞ്ചോട് ചേർന്നിരിക്കുന്നവരാണ്. നമുക്കൊരിക്കലും വിസ്മരിക്കാൻ
മറന്നു പോവാൻ പറ്റാത്തവരാണ്. കുടുംബത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. മകനായി, മകളായി, ജ്യേഷ്ഠനായി, അനിയനായി, വാപ്പയായി, ഭർത്താവായി, മുത്താപ്പയായി, അമ്മാവനായി, അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ, പലതരത്തിലുള്ള പേരുകളിൽ നമ്മളിലേക്ക് എത്താറുണ്ട്. പഴയ കാലത്തേക്ക്, കുടുംബത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ മഹല്ലത്തിലും, നമ്മുടെ ചുറ്റുപാടുകളിലും, നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നത് ചെറിയ കൂരയും അതിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളും, ഒരു വീട്ടിൽ ഒരു വാപ്പയുടെ, ഉമ്മയുടെ 5, 6, 7 അല്ലെങ്കിൽ 10-ലധികം വരുന്ന കുടുംബാംഗങ്ങൾ അവരുടെ മക്കളും പേരമക്കളുമായി ഒരു ഭാഗത്ത് പട്ടിണിയും ദാരിദ്ര്യവും ആണെങ്കിൽ പോലും വിശാലമായ ഹൃദയത്തോടുകൂടി ഇടുങ്ങിയ റൂമങ്ങളിൽ, ഒരു ഇടുങ്ങിയ ഹാളിൽ ചോർന്നൊലിക്കുന്ന ഒരു പൂരയ്ക്ക് കീഴെ എത്രയോ അംഗങ്ങൾ പരസ്പരം സ്നേഹത്തോടു കൂടി ഒറ്റക്കെട്ടായി ജീവിച്ചിരുന്ന കുടുംബങ്ങളാണ് കുറച്ചു കാലഘട്ടങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ നാടുകളിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് സാഹചര്യങ്ങൾ മാറി, നാടിൽ പുരോഗതി വന്നു, നമുക്ക് വ്യക്തിപരമായ പുരോഗതികൾ ഉണ്ടായി. നമ്മൾ 1-2 ആളുകൾക്ക് വേണ്ടി 2000, 3000, 4000 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ ഉണ്ടാക്കുകയും അതിനേക്കാൾ വിശാലമായിട്ടുള്ള ഗേറ്റും മതിലും ഉണ്ടാക്കുകയും അവിടെയും ഭയപ്പെട്ടതിന് കാവലായിക്കൊണ്ട് മറ്റു മൃഗങ്ങളെ നിർത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ വളർന്നു പോയപ്പോ നമുക്ക് നഷ്ടപ്പെട്ടത് ആ ചോർന്നൊലിക്കുന്ന കൂരയ്ക്ക് കീഴിൽ ഒരൊറ്റ മനസ്സോടുകൂടി ദാരിദ്ര്യത്തോട് പടവെട്ടി ജീവിച്ചിരുന്ന കാലഘട്ടത്തെ, ആ കാലഘട്ടത്തിൽ നമ്മെ ഒരുമിപ്പിച്ച, അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടായിരുന്ന സ്നേഹവും ആർദ്രതയും വാത്സല്യവും ബഹുമാനവും ഒക്കെ നഷ്ടപ്പെടുകയും ഇന്ന് കണ്ണെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന വീട്ടിൽ ഞാനും എന്റെ ഭാര്യയും എന്റെ മകനും എന്റെ മകളും, അതിനപ്പുറത്തേക്ക് എന്റെ പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും പോലും എന്റെ വീട്ടിൽ, എന്റെ കുടുംബത്തിൽ അവരുടെ സാന്നിധ്യം പോലും എനിക്ക് അസ്വസ്ഥത നൽകുന്ന തരത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. എത്രയൊക്കെ മറച്ചു വെക്കാൻ നമ്മൾ ശ്രമിച്ചാലും ചില തരത്തിലുള്ള പുകച്ചുരുളുകൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. നമുക്കെല്ലാം കൊണ്ടും ഇന്ന് സാഹചര്യങ്ങൾ നമ്മോട് അനുകൂലമാണ്. സാമ്പത്തികമായി, ശാരീരികമായി സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവരാണ് പല ആളുകളും. പക്ഷെ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ ആ കുടുംബാംഗങ്ങളെ പരിഗണിക്കാൻ, എന്റെ സ്വന്തം വാപ്പയാണ്, എന്റെ സ്വന്തം ഉമ്മയാണ്, ഒരേ വാപ്പയുടെയും ഉമ്മയുടെയും മക്കളാണ് ഞങ്ങൾ, എന്റെ പെങ്ങളാണ്, എന്റെ അനിയനാണ്, എന്റെ ജ്യേഷ്ഠനാണ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ, അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഒരു തരത്തിലുള്ള വിറയൽ കയറുന്ന രൂപത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയങ്ങൾ കുടുസായി പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമല്ലേ എന്ന് നമ്മൾ ആലോചിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ചില മുന്നറിയിപ്പുകളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആമുഖമായി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ വിശ്വാസികളാണ്. വിശ്വാസത്തിൻ്റെതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ വസ്ത്രം, നമ്മുടെ ഭക്ഷണ രീതികൾ, നമ്മുടെ പെരുമാറ്റ രീതികൾ, നമ്മുടെ സ്വഭാവ രീതികൾ, നമ്മുടെ വിശ്വാസം, ഒരിക്കലും ശിർക്ക് കലരാത്ത, തൗഹീദിൽ അടിയുറച്ച, വിശ്വാസമുള്ള, അതിനനുസൃതമായി ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് കാണാൻ കഴിയും, റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന അഅമാല ബനി ആദം തുഅറദു കുല്ല ഖംസിൻ ലൈലത്തുൽ ജുമുഅ. എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിൽ ആദം സന്തതിയുടെ കർമ്മങ്ങൾ അത് അല്ലാഹുവിലേക്ക് ഉയർന്നു പോകും. ഫലാ യഖ്ബലു അമലു ഖാതിക റഹിം. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കിയിട്ടുള്ള മനുഷ്യന്റെ അമലുകൾ അതൊരിക്കലും സ്വീകാര്യോഗ്യമല്ല. അത് അല്ലാഹുവിലേക്ക് ഉയർന്നു പോവുകയില്ല, അത് സ്വീകരിക്കുകയില്ല എന്ന് പറയുമ്പോ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ വിശ്വാസത്തിലോ, നമ്മുടെ ആദർശത്തിലോ, നമ്മുടെ ഇബാദത്തിലോ, നമ്മുടെ മറ്റു കാര്യങ്ങളിലോ ഒന്നും യാതൊരു തരത്തിലുള്ള കലർപ്പ് സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും
നമ്മളിലേക്ക് കടന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയോട്, നമ്മുടെ വാപ്പയോട്, നമ്മുടെ അനിയനോട്, നമ്മുടെ ജ്യേഷ്ഠനോട്, നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തിലെ ഏതെങ്കിലും അംഗത്തോട്, അവരൊക്കെ ഏതൊക്കെയോ ഘട്ടങ്ങളിൽ നമ്മുടെ കൂടെ ജീവിച്ച് നമ്മുടെ വളർച്ചയിൽ നമ്മുടെ കൂടെ നിന്നവരാണ്. അവർക്കൊരു വേദന നമ്മൾ സമ്മാനിച്ചിട്ടുണ്ട് എങ്കിൽ, അവരോട് അതൃപ്തി നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ അത് നഷ്ടപ്പെടുത്താൻ, അത് റബ്ബിലേക്ക് ഉയർന്നു പോകുന്നതിന് പകരം അവിടെ തന്നെ തടഞ്ഞു വെക്കപ്പെടാൻ അത് കാരണമാകുമെന്ന് പ്രിയപ്പെട്ടവരെ വിശ്വാസികൾ എന്ന നിലയിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ചോദ്യമുണ്ട്, ഫഹൽ അശൈതും മിൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർദി വതുഖത്തിഉ അർഹാമകും. ഫഹൽ അശൈതും, നിങ്ങളായിത്തീരുകയാണോ, ഇൻ തവല്ലൈതും, കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുമ്പോ, നമ്മുടെ മുമ്പ് പ്രായം ചെന്ന 70-75 വയസ്സുള്ള ബാപ്പയും ഉമ്മയും ഒക്കെ ജീവിച്ച ദാരിദ്ര്യത്തിന്റെ കാലഘട്ടത്തിൽ നമ്മളെ പോലെയുള്ള 7, 8, 9, 10 മക്കളെ ഒരൊറ്റ കുടക്കീഴിൽ ദാരിദ്ര്യത്തിൽ നിന്നുകൊണ്ട് വളർത്തിയ കാലഘട്ടത്തിൽ അങ്ങേയറ്റം സ്നേഹമായിരുന്നു. എന്റെ ജ്യേഷ്ഠനെ കാണുമ്പോൾ ഞാൻ ആദരിച്ചിട്ടുണ്ട്, എന്റെ പെങ്ങളെ കാണുമ്പോൾ ഞാൻ സ്നേഹത്തോട് പുഞ്ചിരിച്ചിട്ടുണ്ട്. അന്നൊക്കെ എന്റെ വീട്ടില് പട്ടിണിയായിരുന്നു. അന്ന് എന്റെ നാട്ടിലെ എന്റെ വീട്ടിലെ കൈകാര്യകർത്തൃത്വം എന്റെ ബാപ്പക്കും ഉമ്മയ്ക്കുമായിരുന്നു. തലമുറ മാറി, ഞാൻ അല്പം ഉയർന്നു പോയി, എനിക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചു, സമ്പത്ത് ലഭിച്ചു, ഞാൻ എല്ലാം കൊണ്ടും പിന്നെ ഒന്നാനാത്തരം പോകുന്നവരെന്ന് നമ്മൾ പറയുന്ന നാട്ടിൽ അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും വളർന്നു വന്നു. എന്നിട്ട് വളർന്നു വന്ന് ആ ഒരു അവസ്ഥയിൽ കൈകാര്യകർത്തൃത്വം നമ്മളിലേക്ക് കൈമാറി കിട്ടിയപ്പോ, ഫഹൽ അശൈതും മിൻ തവല്ലൈതും, നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോ, അൻ തുഫ്സിദൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണോ, വതുഖത്തിഉ അർഹാമകും, നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിക്കുകയാണോ? വിശുദ്ധ ചോദ്യമാണ്. എത്ര വ്യക്തമാണ്, ആലോചിച്ചു നോക്കൂ. നമ്മളിലേക്ക് അത് കൈമാറ്റം ചെയ്തു വന്നപ്പോ നമ്മളിലേക്ക് ഒതുങ്ങിക്കൂടുന്നു, നമ്മളിലേക്ക് ഒരു ചുരുങ്ങിക്കൂടുന്നു. അതിനപ്പുറമുള്ളത് നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. ഒരു ഫോൺ വിളി പോലും, ഒരു സംസാരം പോലും, ഒരു മെസ്സേജ് പോലും നമുക്ക് വല്ലാത്ത പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. വാട്സപ്പിലും ഫേസ്ബുക്കിലും നമ്മൾ സ്നേഹം പങ്കുവെക്കാറുണ്ട്. നേരിട്ട് കാണുമ്പോ സന്തോഷത്തോടുകൂടി പുഞ്ചിരിക്കാൻ, തന്റെ പ്രിയപ്പെട്ട കുടുംബാംഗത്തിന്റെ, തന്റെ ചോരയുടെ, തന്റെ വാപ്പയുടെ, തന്റെ ഉമ്മയുടെ ഒരേ മക്കൾ, ആ മക്കളുമായിക്കൊണ്ട് ഞങ്ങളുടെ ബന്ധം അത് ഊഷ്മളമാക്കി കൊണ്ടുപോകാൻ പലപ്പോഴും ആ കുടുംബത്തിന്റെ തടസ്സം എന്റെ വാക്കുകളാണ്, എന്റെ പ്രവർത്തനങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിലേക്ക് കൈകാര്യം നിങ്ങളിലേക്ക് എത്തുമ്പോ, നിങ്ങളിലേക്ക് അധികാരമെത്തുമ്പോ നിങ്ങൾ സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണോ? കുടുംബത്തിന്റെ പിന്നെ നല്ല ഉറപ്പിന്, അല്ലെങ്കിൽ കുടുംബത്തിന്റെ നന്മക്ക്, കെട്ടുറപ്പിന്, ഭദ്രതക്ക് നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് പലപ്പോഴും വിഘാതം സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. അവരെ ബധിരരും അന്ധരുമാക്കി മാറ്റിയിട്ടുണ്ട്. ഒന്നും കണ്ടറിയാൻ കഴിയാത്ത, ഒന്നും ചെവിക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലേക്ക് കൂട്ടിട്ട ഹൃദയമാക്കിക്കൊണ്ട് അല്ലാഹു തആല മാറ്റും. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾ അത് തടസ്സപ്പെടാൻ നമ്മൾ എല്ലാ തരത്തിലുള്ള ഫറളുകളും കഴിവിന്റെ പരമാവധി ചെയ്യുന്നവരാണ്, സുന്നത്തുകൾ അനുഷ്ഠിക്കുന്നവരാണ്. ഹജ്ജിന് വേണ്ടി ദീർഘമായി കൊണ്ട് നമസ്കരിക്കുന്നതിന് വേണ്ടി 3-നും 4-നും എണീക്കുകയും ദീർഘമായി നമസ്കരിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ്. സുന്നത്ത് നോമ്പുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനമുണ്ട്, എല്ലാ തരത്തിലുള്ള നന്മകളും ഉണ്ട്. പക്ഷെ പലപ്പോഴും തന്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോ, തന്റെ പ്രിയപ്പെട്ടവരോട് പെരുമാറുമ്പോ അവർക്ക് അതൃപ്തി ഉണ്ടാക്കുന്ന, അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി എന്നുള്ളതല്ല, മറിച്ച് അവരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത, എന്നിലേക്ക് കയറി വരുന്ന എന്റെ പ്രിയപ്പെട്ടവരെ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ നോക്കൂ, അത് വല്ലാത്ത ഒരു അവസ്ഥയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോടുള്ള ബന്ധത്തെ, നമ്മളൊരു മനുഷ്യനോടുള്ള ബന്ധം, നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള ബന്ധം നമ്മൾ മുറിച്ചു കളയുന്നുണ്ടെങ്കിൽ, ആ മുറിക്കുന്നതോടുകൂടി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോടുള്ള ബന്ധത്തെ അവിടെ മുറിച്ചു കളയുന്നു. നമ്മുടെ പ്രാർത്ഥനകളോ നമ്മുടെ പ്രവർത്തനങ്ങളോ റബ്ബിലേക്ക് എത്താതെ പോകുന്നു. കാരണം റബ്ബ് നമ്മോടുള്ള ബന്ധത്തെ അവിടെ വിച്ഛേദിച്ചിട്ടുണ്ട്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോ, ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ ഹത്താ ഇദാ ഫറഗ മിൻ ഖൽഖിഹി, അല്ലാഹു തആല ഒരു സൃഷ്ടിപ്പ് നടത്തി, അവന്റെ സൃഷ്ടിപ്പിൽ നിന്ന് അവൻ വിരമിച്ചു കഴിഞ്ഞപ്പോ ഖാലത്ത് റഹീം, കുടുംബ ബന്ധം എണീറ്റ് നിന്ന് ചോദിച്ചു, ഹാദാ മഖാമുൽ ആഇദി ബിക മിനൽ ഖതിഅ, അല്ലാഹുവേ
ഈ ഒരു സ്ഥാനം എന്നുള്ളത്, കുടുംബ ബന്ധം എന്നുള്ളത്, റഹീം എന്നുള്ളത്, അത് വിച്ഛേദിക്കപ്പെട്ടു പോകുന്നത്, അത് മുറിച്ച് മാറ്റപ്പെടുന്നത് അല്ലെങ്കിൽ മുറിഞ്ഞു പോകുന്നത് നിന്നോട് രക്ഷ തേടുന്നൊരു കാര്യമാണല്ലോ. അത്രയും ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട എന്റെ ബന്ധം, എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ കുടുംബാദികളോടുള്ള എന്റെ ബന്ധം മുറിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ അത് മുറിച്ചു മാറ്റാൻ ഞാൻ കാരണക്കാരനാവുന്നത് അള്ളാഹുവിനോട് ഇസ്തിആദത്ത് തേടേണ്ട, രക്ഷ തേടേണ്ട, അല്ലെങ്കിൽ അതിന് ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു സ്ഥാനമാണല്ലോ എന്ന് കുടുംബ ബന്ധം എണീറ്റ് നിന്ന് അള്ളാഹുവിനോട് സംസാരിച്ചു എന്നാണ്. റബ്ബ് പറഞ്ഞു നഅം, അതെ അങ്ങനെ തന്നെയാണ്. എന്നിട്ട് റബ്ബ് ചോദിക്കുകയാണ് അല്ല, നീ തൃപ്തിപ്പെടുമോ? നിന്നോടുള്ള കുടുംബ ബന്ധം ചേർക്കുന്നവരോട് ഞാൻ ബന്ധം ചേർത്ത് കൊള്ളാം, കുടുംബ ബന്ധം മുറിക്കുന്നവരോട് ഞാൻ ആ ബന്ധം മുറിച്ചു കൊള്ളാം എന്ന് നിനക്കൊരു ഉറപ്പ് നൽകിയാൽ നീ തൃപ്തിപ്പെടുമോ? കുടുംബ ബന്ധത്തോട് ചോദിക്കുന്നു. തീർച്ചയായും റബ്ബേ അങ്ങനെയാവട്ടെ. അഥവാ ഞാൻ എന്റെ കുടുംബാംഗങ്ങളോട്, എന്റെ അമ്മാവനാകാം, അമ്മായിയാകാം, ഇളയമയാകാം, മൂത്തമ്മയാകാം, ആര് തന്നെയാണെങ്കിലും എന്നിലേക്ക് കയറി വന്ന ബന്ധങ്ങളെ, എന്റെ ചുറ്റുപാടുള്ള ബന്ധങ്ങൾ, അവരൊക്കെ ഞാനായി മാറുന്നതിൽ എന്നെ സഹായിച്ചവരാണെങ്കിൽ, അവർക്കൊക്കെ ഒരു പങ്കുണ്ടെങ്കിൽ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അവർ ഇങ്ങോട്ടുണ്ടെങ്കിലും അല്ലെങ്കിലും അങ്ങനെയാണ്. ഇങ്ങോട്ടില്ലാത്തവരോട് അങ്ങോട്ടില്ല, ഇങ്ങോട്ട് വരട്ടെ എങ്കിൽ അങ്ങോട്ടാവാം എന്നൊക്കെ ചിന്തിക്കുന്നവരോട് പറഞ്ഞു അതല്ല കുടുംബബന്ധം ചേർക്കൽ. മറിച്ച് ബന്ധം മുറിച്ചു മാറ്റി നിൽക്കുന്നവന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്ന് ആ ബന്ധത്തെ പുതുക്കുന്നവരാണ് യഥാർത്ഥ കുടുംബബന്ധം ചേർക്കുന്നവരെന്ന് റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ബന്ധം ഞാൻ മുറിച്ചു കളഞ്ഞാൽ എന്റെ റബ്ബ് എന്നോടുള്ള ബന്ധത്തെ അവിടെ മുറിച്ചു കളയുകയാണ്, അവസാനിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ അവസാനിപ്പിച്ച, നമ്മൾ മുറിച്ചു കളഞ്ഞ പല ബന്ധങ്ങളും എന്തിന്റെ പേരില? പെങ്ങളോട് വർഷങ്ങളോളം തെറ്റി നിന്ന ആളുകളുണ്ട്, ബാപ്പയോടും ഉമ്മയോടും ഉണ്ട്. അത് നമ്മൾ സംസാരിക്കേണ്ട വിഷയം തന്നെയാണ്. പെങ്ങളോടും അനിയനോടും ജ്യേഷ്ഠനോടും അമ്മാവനോടും ഒക്കെ എന്തിനാ തെറ്റിയെന്ന് ചോദിച്ചാൽ 15 വർഷമായി 10 വർഷമായി തെറ്റില്ല. വിഷയം എന്താണെന്ന് ചോദിച്ചാൽ പുറത്തു പറയാൻ പറ്റില്ല, കാരണം അതൊരു വിഷയാവില്ല. വീട്ടിലെ അമ്മാവന്റെ വീട്ടിൽ അമ്മാവന്റെ മകളെ കെട്ടിക്കാൻ നിശ്ചയിക്കാൻ പോയപ്പോ എന്നോട് പറഞ്ഞില്ല, അതാ വിഷയം. ഫോണിൽ വിളിച്ച് മാത്രമാണ് പറഞ്ഞത്. അങ്ങാടി പിന്നെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ അവന്റെ കല്യാണത്തിന് പോകില്ല എന്ന് പറയുന്ന തരത്തിൽ വളരെ നിമിത്തമായ, അല്ലെങ്കിൽ കേട്ടാൽ അറക്കുന്ന, അല്ലെങ്കിൽ പിന്നെ മനുഷ്യന്മാർക്ക് ചിരി വരുന്ന രൂപത്തിലുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ടാണ് ഗൗരവമുള്ള ഒരു സംഗതിയെ നമ്മൾ മാറ്റി നിർത്തുന്നത്. ഇതിന്റെയൊക്കെ പേരിൽ, അത്രയും നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ ഇത്രയും വലിയൊരു വിഷയത്തെ അള്ളാഹുവിനോട് രക്ഷ തേടേണ്ടി വരും, അത്ര രക്ഷ തേടേണ്ടി വരുമെന്ന് പിന്നെ ആ രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ട ഒരു വിഷയത്തെ നിസ്സാരമായി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ റബ്ബിനോടുള്ള ബന്ധം ചേർക്കാൻ, തന്റെ കുടുംബത്തോടുള്ള ബന്ധം ചേർത്താൽ മതിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗപ്രവേശനം എളുപ്പമായി കാണണോ അത് കുടുംബ ബന്ധത്തെ ചേർക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലിന്റെ ഉന്നത മാതൃക തന്റെ കുടുംബത്തോട്, അല്ലെ, തന്റെ കുടുംബത്തോട് തന്നെ ചീത്ത വിളിച്ച് മുഹമ്മദേ നിനക്ക് നാശമാണ് എന്ന് പറഞ്ഞ് സ്വന്തം പിന്നെ മുത്താപ്പ പിതൃവൻ കടന്നു പോകുമ്പോ നിരന്തരം ആ പിതൃവനും ഭാര്യയും നിരന്തരം ജീവിതത്തില് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോ അത് എനിക്ക് താങ്കളോടുള്ള ഒരു കുടുംബ ബന്ധമുണ്ട്, അത് ഞാനിങ്ങനെ നട്ടു നനച്ച് സൂക്ഷിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമ്മൾ ഒരു കുടുംബ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ആ പിതൃവ്യനോടും ഭാര്യയോടും അങ്ങേയറ്റം ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി പെരുമാറിയ റസൂലിന്റെ ഉന്നതമായ മാതൃകയിലൂടെ ശക്തമായ വിശ്വാസത്തിന്റെ അടയാളമായിക്കൊണ്ട് അള്ളാഹുവിനാണ് വിശ്വസിക്കുന്നവൻ അവൻ ഈ രൂപത്തിൽ അവന്റെ കുടുംബ ബന്ധങ്ങൾ ചേർത്തുകൊള്ളട്ടെ എന്ന് റസൂൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ ജീവിതത്തിൽ ആയുസ് ദീർഘിച്ചു കിട്ടാനും തനിക്ക് തന്റെ സമ്പാദ്യത്തിന് തനിക്കുള്ള ജീവിത പാതയെ കൃത്യമായി കിട്ടാനും ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ തന്റെ കുടുംബ ബന്ധത്തെ ചേർത്തുകൊള്ളട്ടെ എന്ന് ദീർഘമായ പല കാര്യങ്ങളിലൂടെ അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആലോചിക്കുക, ഇതൊക്കെ കേൾക്കുമ്പോഴും നമ്മുടെ ഹൃദയം പാകപ്പെടുത്തി കല്ലായി മാറിയിട്ടുണ്ടെങ്കിൽ അതാണ് അവസ്ഥ. ഇങ്ങനെയൊക്കെ ഒരുപാട് വാഴ ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ല, ഞാനത് തയ്യാറല്ല. കേട്ടപ്പോ ഒരു ചെറിയ ഇളക്കത്തുണ്ടായി, വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ അതൊന്നും ശരിയാവില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഫോണെടുത്ത് താൻ പിണങ്ങി നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ടവരോടൊന്ന് വിളിച്ച്, അവനാണ് എന്നോട് പിണങ്ങിയത്, അവനാണ് എന്നെ ഉപദ്രവിച്ചത്, അവനാണ് എന്നെ വേദനിപ്പിച്ചത്, ശരിയാണ്, എങ്കിലും ഞാൻ അങ്ങോട്ട് മാപ്പ് പറഞ്ഞു എന്റെ വിനയം സ്നേഹത്തോടു കൂടി ഞാൻ അങ്ങോട്ട് പെരുമാറാൻ തയ്യാറാവുക എന്നുള്ളതാണ് വിശ്വാസിയുടെ നിലപാട്. പക്ഷെ അതിനുള്ള ഹൃദയം, അതിനുള്ള ഒരു മനസ്സാന്നിധ്യം രൂപപ്പെടുന്നില്ലെങ്കിൽ
നമ്മൾ എവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നതിൽ മുറിഞ്ഞു പോകാനുള്ള കാരണമായി പണ്ഡിതന്മാരുടെ ചില കാര്യങ്ങളിൽ ഒന്ന് നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. മാതാപിതാക്കൾ എന്താണോ അതാണ് പിന്നീട് ആ കുടുംബത്തിലുള്ള മക്കളുമായി തീരുക. ഞാനും എന്റെ ഭാര്യയും എന്റെ കുടുംബവും, ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും ഞങ്ങൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ എന്റെ ജ്യേഷ്ഠനോടും എന്റെ അനിയനോടും എന്റെ എളാപ്പായോടും മുത്താപ്പയോടും അല്ലെങ്കിൽ എന്റെ കുടുംബാദികളോട് ഞാൻ എങ്ങനെ പെരുമാറുന്നു, അവരെ സ്വീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്നേഹത്തോടുകൂടി ഞാൻ അവരുടെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ടോ, വന്നാൽ തന്നെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി ഞാൻ അവരോട് പെരുമാറുന്നുണ്ടോ, അതെല്ലാം മൊബൈലിലും കളിച്ച് ടിവിയും കണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മളെ മക്കളെ കണ്ട് അവര് ശീലിക്കും. അവര് പിന്നീട് അടുത്തൊരു തലമുറയായി വരുമ്പോൾ അവരും അത് തന്നെയാണ് തുടരുക. പലപ്പോഴും അതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ കുടുംബാദികളെ അവരെ കാണാനോ അവരോട് സംസാരിക്കാനോ അവരോട് സ്നേഹത്തോടു കൂടി പെരുമാറാനോ കഴിയുന്നില്ല. വീട്ടിലേക്ക് കയറി വന്ന എളാപ്പയോട് മുഖമടച്ച് ആട്ടിവിടുന്ന വാപ്പയെ കാണുന്ന മകനും മകൾക്കും എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അടുത്ത തലമുറയിൽ അവർക്ക് മാറാൻ കഴിയുക? പിന്നീട് പലപ്പോഴും അഹങ്കാരമാണ്. പലരും സാമ്പത്തികമായി പല തരത്തിലുണ്ടാവും. അതൊക്കെ അള്ളാഹുവിനോട് പരീക്ഷണം കൂടിയാലും പറഞ്ഞാലും. പക്ഷെ അതൊക്കെ വെച്ച് തന്റെ കുടുംബാദികളോട് മോശവും മുഷ്കും കാണിക്കുന്ന ഒരവസ്ഥ, ഹസദ്, അസൂയ, എന്നേക്കാൾ ഉയർന്നവനാണ് അല്ലെങ്കിൽ എന്നെക്കൂടെ താഴ്ന്നവനാണെന്നുള്ള ചിന്ത, ഇതൊക്കെയാണ് പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞ് പോകുന്നതിൽ കാരണങ്ങളായി രേഖപ്പെടുത്തിയ ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു കുടുംബം. അതിന്റെ തുടക്കം ദാമ്പത്യത്തിലൂടെയാണ്. രണ്ടാളുകൾ, ഒരാണും ഒരു പെണ്ണും അല്ലാഹു തആല നിശ്ചയിച്ച രൂപത്തിൽ അവർ കൂടിച്ചേരുമ്പോ അവിടെ കുടുംബത്തിന്റെ തുടക്കം കുറിക്കുകയാണ്. ആ കുടുംബത്തിന്റെ മുന്നോട്ട് പോക്കിന്, ആ കുടുംബം ഇമ്പത്തോടുകൂടി മുന്നോട്ട് പോകാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റസൂലിന്റെ ജീവിതത്തെ വെച്ചുകൊണ്ട്, റബ്ബിന്റെ നിർദ്ദേശങ്ങളെ വെച്ചുകൊണ്ട് പൂർവികർ പഠിപ്പിച്ചതിൽ ആ ദമ്പതികൾക്കിടയിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു അമാനത്ത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. തന്റെ ജീവിതത്തിലേക്ക് കയറി വരുന്ന ഇണ, തന്റെ ഭാര്യ, അതൊരു അന്യ വീട്ടിൽ അന്യ കുടുംബത്തിൽ ജീവിച്ച ഒരു പെൺകുട്ടിയെ അവരുടെ വാപ്പയുടെ കൈപിടിച്ചുകൊണ്ട് ഒരു ഉത്തരവാദിത്വം, ഇനി മുതൽ ഞാൻ നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു, എന്റെ ഉത്തരവാദിത്വത്തിലാണ്, സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി എല്ലാ തരത്തിലുള്ള അവരുടെ കാര്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോകാം, ഞാൻ അതിൽ ബാധ്യതപ്പെട്ടവനാണ്, ആ ബാധ്യത ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് സമൂഹം മുഴുവൻ കാണുന്ന രൂപത്തിൽ പരസ്യമായി ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന മനുഷ്യൻ ഭർത്താവാണ്. ആ ഭർത്താവ് ഏറ്റെടുത്ത് പോകുമ്പോൾ പഠിപ്പിച്ചതുപോലെ തന്നെ ആ ഭർത്താവിന്റെ കുടുംബത്തിന്റെയും ഉത്തരവാദിത്വം ആ ഭാര്യക്കാണ്. എന്ന് പറഞ്ഞ തുടർന്നത് ഒരു ഭാര്യയെ സംസാരിച്ചിട്ടാണ്. ഭാര്യ ഭർത്താവ് എന്ന നിലക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, അമാനത്തുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ ഓരോ ഘട്ടത്തിലും പൂർത്തിയാക്കേണ്ടവരാണ്. അന്ത്യനാളിന്റെ അടയാളങ്ങൾ സംസാരിക്കുമ്പോൾ അമാനത്ത് അതെവിടെയാണോ പാഴാക്കപ്പെടുന്നത്, അത് മുറിച്ചു മാറ്റപ്പെടുന്നത്, അത് അവഗണിക്കപ്പെടുന്നത് എങ്കിൽ നിങ്ങൾ അന്ത്യനാളിൽ പ്രതീക്ഷിച്ചു കൊള്ളുക. ചോദിച്ചു, എങ്ങനെയാണ് അത് നശിക്കുക അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, അമാനത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞു, കാര്യം ഏൽപ്പിക്കപ്പെടുക അതിന് അവകാശമില്ലാത്ത ആളുകളിലേക്ക്. നമ്മൾ ആലോചിക്കുക, ആ ഒരു ഉത്തരവാദിത്വം ഇത്രയും കാലം ഏറ്റെടുത്തിട്ട് അവകാശമില്ലാത്ത ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണോ നമ്മൾ? നമ്മുടെ കുടുംബത്തിൽ ദാമ്പത്യ ജീവിതം തുടങ്ങിയതിനു ശേഷം അതിലൂടെ കടന്നു വരുന്ന നന്മകൾ, നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന നന്മകൾ, പുറത്തേക്ക് ആളുകളിലേക്ക് എത്തിക്കുന്ന നന്മകൾ, നമ്മുടെ കുടുംബം സ്വർഗമായി മാറിയിട്ടുണ്ടോ, അതല്ല അതോടുകൂടി ഒരു നരകമായി മാറിയോ? നമ്മളിലൂടെ കടന്നു വരുന്നത് ഓരോന്നും, നമ്മളിലൂടെ കടന്നു വരുന്ന മക്കളാവട്ടെ, പേരമക്കളാവട്ടെ, മറ്റു കുടുംബാംഗങ്ങളാവട്ടെ, ആര് തന്നെയാണെങ്കിലും അവരുടെ ദീനും ദുനിയാവും എല്ലാം നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് കൃത്യമായി കൊണ്ട് സൂക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങളും ആ കുടുംബത്തിന്റെ രീതികളും പെരുമാറ്റവും ഒക്കെ മറ്റുള്ളവർക്ക് പലപ്പോഴും തലവേദനിപ്പിക്കുന്നതാണെങ്കിൽ, ആ കുടുംബത്തിന്റെ രീതികൾ നരകത്തിലേക്ക് എത്തിക്കുന്നതാണെങ്കിൽ, അതെ, ദമ്പതികൾ അവരുടെ അമാനത്തിനെ പാഴാക്കി എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്.
തന്റെ അമാനത്തിനെ, തന്റെ ഉത്തരവാദിത്തത്തെ അത് കൃത്യമായി കൊണ്ട് സൂക്ഷിച്ച് പാലിച്ചു പോരാത്ത ആളുകൾ അവര് അന്ത്യനാളിന്റെ അടയാളമായി മാറുമെന്ന് രണ്ടാമത് ദമ്പതികൾക്കിടയിൽ ഉണ്ടാവേണ്ടത് സ്നേഹവും കാരുണ്യവും. അതിനുവേണ്ടിയാണ് നിങ്ങൾ പരസ്പരം ഇണചേർത്തത് എന്ന്, അതിനുവേണ്ടിയാണ് നിങ്ങൾക്കുള്ള ഇണകളെ നിങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചു നൽകിയത് എന്ന് ഭൂമിയോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ തെളിവാണ്, റബ്ബിന്റെ അസ്തിത്വത്തിന് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾക്കുള്ള ഇണകളെ നിങ്ങളിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചു നൽകിയിരിക്കുന്നു. അവരിലൂടെ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകണം. രണ്ടു തുറകളിൽ ജീവിച്ച മനുഷ്യർക്കിടയിൽ അല്ലാഹു തആല ശാരീരികവും മാനസികവുമായിട്ടുള്ള സ്നേഹത്തിന് നൽകി, മവദ്ദത്ത് നൽകി. ശാരീരികമായിട്ടുള്ള സ്നേഹമാണ് ജീവിതത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ, കാലഘട്ടങ്ങളിൽ ശാരീരികമായിട്ടുള്ള സ്നേഹം, അല്ലെങ്കിൽ അതിന് യോഗ്യമായ കാലഘട്ടത്തിൽ അങ്ങേയറ്റം സ്നേഹവും ആദരവും പിന്നെ വാത്സല്യവും കാണിക്കുന്ന മനുഷ്യർ ജീവിതത്തിന്റെ ആ ഒരു ഓജസ് നഷ്ടപ്പെടുമ്പോ, ആരോഗ്യം നഷ്ടപ്പെടുമ്പോ, ശരീരം ചുറ്റിച്ചുളിയുമ്പോ അവിടെ പിന്നീട് പൊട്ടിത്തെറികൾ ഉണ്ടാവാൻ പാടില്ല. അവിടെയാണ് ഉണ്ടാവേണ്ടത്. തന്റെ പ്രിയപ്പെട്ടവൻ, തന്റെ പ്രിയപ്പെട്ടവൾ, അവരുടെ വിഷമങ്ങൾ, അവരുടെ വേദനകൾ, അവരുടെ തലവേദനയാണെങ്കിലും ശരീരവേദനയാണെങ്കിലും എന്ത് പ്രയാസങ്ങളാണെങ്കിലും പലപ്പോഴും കുടുംബങ്ങളിൽ വീട്ടിലുള്ള കുടുംബനാഥൻ ബാപ്പക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ആ മനുഷ്യന് തലവേദന വന്നാൽ ഭാര്യക്ക് അന്ന് ഉറക്കില്ല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കാര്യത്തിൽ വ്യാകുലപ്പെട്ടുകൊണ്ട് വെള്ളവും അല്ലെങ്കിൽ അതിനുള്ള മരുന്നുമായിക്കൊണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ പകല് കൊണ്ടും ജോലി തന്നെയാണ് എങ്കിൽ പോലും ഉറക്കൊഴിച്ചിരിക്കുന്ന ഭാര്യമാരെ നമുക്കറിയാം. തിരിച്ചോ ഭർത്താവിന് പിന്നെ ഭാര്യയ്ക്ക് പ്രയാസം വന്നു, ഒരു തലവേദനയാണ്, കട്ടിലിലാണ്, എണീക്കാൻ വയ്യ, കുറച്ചു സമയം കിടക്കണമെന്ന് ആഗ്രഹിച്ചു പോയ ഭാര്യയെ അത് കാണുന്നതോടുകൂടി ഇരുണ്ട മുഖത്തോടുകൂടി ചാടി കയറുന്ന ഭർത്താക്കന്മാരുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഭാര്യ അതെന്നും അടുക്കളയിൽ കാണേണ്ടുന്ന ഒരു രോഗവും ഒരു പ്രയാസവും അവിടെ പ്രകടിപ്പിക്കാൻ പാടില്ലാത്തതാണ് എന്ന തരത്തിൽ ചിന്തിക്കുന്നവരായി മാറാൻ പാടില്ല. നമുക്കുണ്ടായ വേദന അത് മാനസികമായി രോഗങ്ങളും പ്രയാസങ്ങളും ഏതൊരു മനുഷ്യനും ഭാര്യക്കാണ്, ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും സംഭവിക്കും. എങ്കിൽ ആ സന്ദർഭത്തിൽ നമ്മോട് കാണിച്ച സ്നേഹവും വാത്സല്യവും ഒരല്പമെങ്കിലും, ഒരു 10% തിരിച്ചു കൊടുക്കാൻ കഴിയണം. അബദ്ധത്തും റഹ്മത്തും അത് ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ദാമ്പത്യത്തിൽ അത് കൃത്യമായി പോവുകയുള്ളൂ. മറ്റൊന്ന് പറഞ്ഞത് ഇപ്പത്താണ്, പരസ്പര വിശ്വാസം ഉണ്ടാവുക. എന്റെ ഭാര്യക്ക് എന്നെ കുറിച്ച് ആരെന്ന് സംസാരിച്ചു കഴിഞ്ഞാലും ഉറച്ച മനസ്സോടുകൂടി എന്നെ കുറിച്ച് നല്ലത് മാത്രം പറയാൻ കഴിയണം. അങ്ങനെ പറഞ്ഞ് വരുത്തി തീർക്കണമെന്നല്ല. എന്റെ ഭർത്താവിന്റെ ജീവിതം അത് സംശുദ്ധമാണ് എന്ന് പറയാൻ കഴിയുന്ന ഭാര്യയായിരിക്കണം എന്റെ കൂടെ ഉള്ളത്. എന്റെ ഭാര്യയെ കുറിച്ച് അവളുടെ ജീവിതം സംശുദ്ധമാണ് എന്ന് പറയാൻ എനിക്ക് കഴിയണം. വർഷങ്ങളോളം എത്ര കാലം അകന്ന് ജീവിച്ചാലും അവളുടെ മനസ്സും ശരീരവും അയാളുടെ മനസ്സും ശരീരവും അത് ശുദ്ധമാണ് എന്ന് പറയാൻ കഴിയണം. ഐഷ റളിയല്ലാഹു തആല അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പേരിൽ റസൂലിൻ പിന്നെ ഐഷ റളിയല്ലാഹുവിന്റെ പേരിൽ അപവാദം പറഞ്ഞു പ്രചരിക്കുമ്പോൾ റസൂൽ തന്റെ സമൂഹത്തോട്, തന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, എന്റെ ഭാര്യയെ കുറിച്ച്, അവരെ കുറിച്ച് എനിക്ക് നല്ലത് മാത്രമേ അറിയുകയുള്ളൂ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മോശമായിട്ട് അറിയുമോ എന്ന് ചോദിക്കുന്ന ഭർത്താവിനെ റസൂലുള്ളാഹി കാണാൻ കഴിയും. സ്ഥിരത്തുണ്ടാവണം. ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിൽ ഒരു ഒളിയും പറയും, പരസ്പരം അങ്ങേയറ്റം കണ്ട് തിരിച്ചറിഞ്ഞ ആളുകളാണ്. അവർക്കിടയിൽ മൊബൈലിലാവട്ടെ, സംസാരത്തിലാവട്ടെ, പൂഴ്ത്തിവെപ്പോ അല്ലെങ്കിൽ കള്ളപ്രവർത്തനങ്ങളോ വഞ്ചനയോ അതൊരിക്കലും വിശ്വാസം പിന്നെ ദമ്പതികൾക്ക് ഉണ്ടാവാൻ പാടില്ല, അവർക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല. എങ്കിൽ അത്തരത്തിലുള്ള ദാമ്പത്യ ബന്ധത്തിൽ വിള്ളലുകൾ സംഭവിക്കുമെന്ന് റസൂലിന്റെ ഓർമ്മപ്പെടുത്തണം. ഉണ്ടാകണം. പരസ്പരമുള്ള പെരുമാറ്റത്തിൽ സ്നേഹത്തോടുകൂടിയുള്ള, ആത്മീയതയോടുകൂടിയുള്ള, അനുഭവത്തോടുകൂടിയുള്ള പെരുമാറ്റമായിരിക്കണം. നിങ്ങളിൽ ഉത്തമൻ തന്റെ കുടുംബത്തോട്, തന്റെ ഇണയോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ്. കുടുംബത്തിൽ പിടിയും പുറത്ത പൂച്ചയുമാകുന്ന ആളുകളുണ്ട്. അങ്ങാടിയിൽ ഇറങ്ങിയാൽ സ്നേഹത്തോടുകൂടി, ആദരവോടുകൂടി നല്ല രൂപത്തിൽ സംസാരിക്കുന്ന, പുഞ്ചിരിച്ച് സംസാരിക്കുന്ന ആളുകളാണ് പലരും.
പക്ഷേ തന്റെ ഇണയുടെ മുമ്പിലെത്തുമ്പോ, വീട്ടിലെത്തുമ്പോ മുഖം തുറക്കുന്ന, വാക്കിന് ഗൗരവം കൂടുന്ന, പിറുപിറുക്കുന്ന, വായുകൊണ്ട് സംസാരിക്കാത്ത, തുറന്നു സംസാരിക്കാത്ത ആളുകൾ. അത് മാത്രമായിരിക്കും പലപ്പോഴും കുടുംബത്തിന്റെ പ്രയാസങ്ങൾ. എന്താണ് ഭർത്താവ് സംസാരിച്ചത് എന്നറിയാൻ കഴിയാതെ, ഭർത്താവ് എന്താണ് പറഞ്ഞതെന്ന് തിരിച്ചറിയാൻ വായ തുറന്ന് സംസാരിച്ചിട്ടുണ്ടാവുക. രണ്ടാമത് ചോദിച്ചാൽ പിന്നീട് അവിടെ ലഹളയാണ്. അങ്ങനെയല്ല, ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി. അങ്ങനെ രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും. ഭാര്യ എന്ന നിലക്ക് ഞാൻ ഭരിക്കേണ്ടവളാണ് എന്നതിന് അർത്ഥം. അത് മലയാളത്തിൽ പദം മാത്രമാണ്. തന്റെ ഇണയാണ്, സൗജ് എന്നാണ് പറയുന്നത്. അറബി പദം അങ്ങനെ, സൗജ്, ഇണയാണ്. ഇണ ചേർന്നിരിക്കൽ അല്ലെ? ഒരു മുന്തിരിപ്പൽ എടുത്താൽ കണ്ടിട്ടില്ലേ, അതിലുള്ള പഴങ്ങൾ ഇങ്ങനെ ചേർന്നിരിക്കുന്നു. അതുപോലെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഒരു വിശ്വാസി ഒരു വിശ്വാസിനിയെ ചൊറിയാൻ പാടില്ല. ചൊറിയാൻ പാടില്ല, ചൊറിയുടെ വർത്താനം. എന്തെങ്കിലും ഒരു കാര്യം വെറുപ്പുള്ളതുണ്ട് എങ്കിൽ അതിനേക്കാൾ 1000 കാര്യങ്ങൾ നിനക്ക് ഇഷ്ടപ്പെട്ടുള്ളതുണ്ടാവും. ഇഷ്ടമുള്ളതൊക്കെ മാറ്റിവെച്ച് നമ്മുടെ തീന്മേശം പരിശോധിച്ചോ, ഒരു 4 or 5 ഇനം കറികളും കൊണ്ടുവന്നാൽ അതിൽ 5 നമുക്ക് ഇഷ്ടപ്പെടും, 6ാമത് നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. ആ 6ാമത്തിന്റെ പേര് അവിടെ കാരണം ഉണ്ടാവും. അങ്ങനെയില്ല. കുടുംബം അത് ഇഷ്ടത്തോടുകൂടി പോകേണ്ടതുണ്ടെങ്കിൽ വിശ്വാസി എന്ന നിലക്ക് ആ ബന്ധത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം മറ്റുള്ള ബന്ധങ്ങൾക്കും അർഹമായ ഗൗരവവും പ്രാധാന്യവും കൊടുക്കുന്നുണ്ട്. അത് റബ്ബിന്റെ അടുക്കൽ നമ്മുടെ നന്മകൾക്ക്, നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ആദർശത്തിന് പോലും വിഘാതം സൃഷ്ടിക്കുന്നതും അത് നരകത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതുമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ബന്ധങ്ങളെ ബന്ധനങ്ങളാക്കി മാറ്റാതെ അതിനെ മുറുകെ പിടിക്കുന്ന നന്മ നിറഞ്ഞ കുടുംബാദികളായി മാറാൻ, കുടുംബാംഗങ്ങളായി മാറാൻ, കുടുംബനാഥനും നാഥയും കുടുംബത്തിന്റെ അംഗങ്ങളുമായി മാറാൻ ശ്രമിക്കുക. അത്തരത്തിലുള്ള ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന കുടുംബങ്ങളിൽ കുടുംബാദികളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല രൂപത്തിൽ കടം കൊടുക്കാൻ തയ്യാറുള്ളവരാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ശരീരമാവാം, സമ്പത്താവാം, മനസ്സാവാം, സമയമാവാം, ആരോഗ്യമാവാം, ഇതൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ. ആ കൊടുക്കൽ അത് കടം കൊടുക്കലാണ്. അങ്ങനെ കൊടുത്ത ആളുകൾക്ക് അതിന്റെ ഇരട്ടിയായിട്ടുള്ള നോക്കാൻ നമുക്ക് 1-ന് 10, 70, 700 അതിനപ്പുറവും ഇരട്ടിയായിട്ടാണ് നോക്കാൻ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കാൻ ആരാണ് തയ്യാറായിട്ടുള്ളത്? ഈ ഒരു ആഴ്ച ഇറങ്ങുമ്പോൾ ആരുണ്ട് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ? ഇത് കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്കുള്ള വരുമാനം 600 ഈത്തപ്പനകൾ ഉള്ള ഒരു വലിയ തോട്ടാണ്. അവർ റബ്ബ് സുബ്ഹാനഹു വ തആല മാർഗ്ഗത്തിൽ ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ കടം കൊടുക്കാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ ചെലവഴിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതാണ് ഞങ്ങളുടെ വരുമാനം, ഇത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്കാണ്. മറ്റൊന്നും അവർ ചിന്തിക്കുന്നത്. കാരണം അതിന്റെ ഇരട്ടിയായി പരലോകത്തിൽ ലഭിക്കണം എന്ന ആഗ്രഹം. അതൊരു സൂക്ഷിപ്പ് മുതലാണ്. എന്നേക്കും ഞങ്ങളുടെ കബറിടത്തിലേക്ക്, ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നന്മയാണ് സ്വതന്ത്രത്തിൽ ജാരിയായി മാറും എന്ന തിരിച്ചറിവ് അവരിൽ ഉണ്ടാവുകയാണ്. അവരത് നൽകാൻ അവർ തയ്യാറാകുന്നു. അള്ളാഹു തആലയാണ് ചുരുക്കി നൽകുന്നവരും വിശാലമായി നൽകുന്നവരും. അള്ളാഹു തആല നൽകിയിട്ടുണ്ട്. അതിൽ പക്ഷേ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം, അയൽവാസിയെ സംബന്ധിച്ചിടത്തോളം, കുടുംബത്തിലെ മറ്റംഗത്തെ സംബന്ധിച്ചിടത്തോളം എനിക്കല്പം കുറവാണ്, എനിക്കല്പം കൂടുതലാണ്. ഇതൊക്കെ അള്ളാഹു തആലയുടെ തീരുമാനമാണ്. ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. എങ്ങനെയാണെങ്കിലും മടങ്ങാനുള്ളത് മുന്നോട്ട് തന്നെയാണ്.
വിശാലമായി കിട്ടിയവരും ചുരുങ്ങിപ്പോയവരും ഒക്കെ തിരിച്ചു വരാനുള്ളത് നമ്മളിലേക്കാണ് എന്ന് അതുകൊണ്ട് അല്ലാഹു തആല നൽകിയതല്ലാത്തതൊന്നും സ്വന്തമായി കൊണ്ട് കടഞ്ഞെടുത്തതോ നെയ്തെടുത്തതോ ഒന്നും ജീവിതത്തിലില്ല. അല്ലാഹു തആലയുടെ ഔദാര്യം മാത്രമാണ്. അല്ലാഹു തആലയുടെ ഫദ്ലിൽ നൽകിയത് അത് കൊടുക്കാൻ തയ്യാറാണ്. അതൊരാളെ ബോധ്യപ്പെടുത്താനോ ഒരാളുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയല്ല, എന്റെ പരലോകത്തിന് വേണ്ടി, എന്റെ ഖബറിന് വേണ്ടി. നമ്മളൊരു കഴിഞ്ഞ ആഴ്ച തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ പള്ളിയുമായി പള്ളിയുടെ പരിപാലനം, പള്ളിയുടെ സംരക്ഷണം അത് എത്ര മഹനീയമാണ്, ദീന് എത്ര ഗൗരവത്തിലാണ്, നന്മ ഏറിയതായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാവർക്കും പള്ളി അത് വൃത്തിയാക്കി പെയിന്റ് അടിക്കുന്നതിനെ കുറിച്ച്, അതിന്റെ മുറ്റം വൃത്തിയാക്കാൻ കട്ട വയ്ക്കുന്നതിനെ കുറിച്ച്, അതിന്റെ മുമ്പിലുള്ള റോഡ് ശരിയാക്കുന്നതിനെ കുറിച്ച്, അതുപോലെ തന്നെ അതിന്റെ മുമ്പിലുള്ള കേടായിട്ടുള്ള വാതിലുകൾ മാറ്റുന്നതിനെ കുറിച്ച് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ കമ്മിറ്റികൾ അറിയിച്ചത്. നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മളൊരു തീരുമാനമെടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഈ പറഞ്ഞ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള കടം കൊടുക്കലായിട്ട് അത് മാറണം. ഒരാളെ ബോധ്യപ്പെടുത്താതെ റബ്ബിന്റെ മുമ്പിൽ എണീറ്റ് നിന്ന് അള്ളാഹുവേ എന്റെ മാർഗത്തിൽ ഞാൻ നൽകിയിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുന്ന രൂപത്തിലേക്ക് അത് മാറണം. അതുകൊണ്ട് ഏത് രൂപത്തിലാണെങ്കിലും പലർക്കും പല രൂപത്തിലാണ് കഴിയുക. അതാണ് വിശാലമായി കിട്ടിയവരുണ്ട്, കുറഞ്ഞു പോയവരുണ്ട്. ഇനി അള്ളാഹുവേ റസൂലിനോട് റസൂലെ അങ്ങയും എന്റെ റബ്ബ് മാത്രമേ എന്റെ വീട്ടിലുള്ളൂ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകുന്നതിൽ മാതൃക കാണിച്ച വ്യക്തിത്വമാണ് ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തോൽപ്പിക്കാൻ വേണ്ടി പണിയെടുത്താണ് അതെന്തിന്? ദീനിന്റെ കാര്യം. അതുകൊണ്ട് ആരും അറിയാതെ വലതുകരം കൊടുക്കുന്നത് ഇടതുകരം അറിയാത്ത നമ്മളെ കൊണ്ട് കഴിയുന്നത് എത്തിച്ചു കൊടുക്കാൻ കഴിയും. നമുക്കൊരു 10-15 ആളുടെ പണിക്കൂലിയാണ് നൽകാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെയാണ്. അതല്ല ഒരു ഭാഗം പെയിന്റ് അടിക്കാനുള്ള പെയിന്റ് എന്റെ വക അത് എത്തിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ അങ്ങനെയാണ്. ഒരു വാതില് എന്റെ കുടുംബത്തിലെ എന്റെ ജ്യേഷ്ഠന്മാരൊക്കെ ചേർന്നാൽ ഒരു വാതിൽ ഞങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റും. വലിയൊരു ബാധ്യത ഉണ്ടാവില്ല എങ്കിൽ അങ്ങനെയാണ്. ഈ ഒരു സംഖ്യയാണ് കൊടുക്കുന്നത് അങ്ങനെയാണ്. എങ്ങനെയാണ് എങ്കിലും സിമെന്റ് ആയിട്ടോ മെറ്റലായിട്ടോ മണലായിട്ടോ എന്തോ നമ്മളെ കൊണ്ട് കഴിയുന്നത് അത് മനസ്സിൽ കാണുകയും എത്ര കൊടുത്താലും അതൊരിക്കലും അവിടെ സൂക്ഷിച്ചു വെച്ച് ബാങ്ക് അക്കൗണ്ട് ആക്കി മാറ്റുന്നത് അതൊക്കെ നമ്മളിവിടെ നിർമ്മാണം കൊടുക്കുന്നു കാണുന്നു. ഈ കാണുന്ന പള്ളിയും ഇതിൽ കറങ്ങുന്ന ഫാനുകളും ഇതിലെ ലൈറ്റും ഇതിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ കൊടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? ഇല്ല. നമ്മുടെ പരലോകത്തേക്ക് അത് ഉപയോഗിക്കപ്പെടുന്നിടത്തോളം കാലം നമ്മുടെ പരലോകത്തേക്ക് കൂടുതലായിക്കൊണ്ടിരിക്കും. അത് മാത്രമാണ് നമുക്ക് സമ്പാദിക്കും. മറ്റുള്ളതൊക്കെ കണ്ണടഞ്ഞാൽ ശ്വാസം നിലച്ചാൽ അവസാനിക്കുകയും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ കൂടുതൽ അതിന്റെ പേര് സംസാരിക്കുന്നില്ല. തിരിച്ചറിഞ്ഞ ഓരോരുത്തരും തന്റെ കഴിവിന്റെ നമ്മുടെ കുടുംബാദികളുടെ 300 വീടുകൾ നമ്മൾ നിശ്ചയിച്ച ടാർഗറ്റിലേക്ക് എത്താൻ 1-2 ദിവസത്തെ കൂലിപ്പണിയുടെ പൈസ മാത്രം കൊടുക്കാൻ അങ്ങനെയല്ല. അതിനപ്പുറം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. കഴിവിന്റെ പരമാവധി കൊണ്ട് നമ്മൾ സഹകരിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്ന അതുകൊണ്ട് സ്വർഗത്തിൽ ഒരു നന്മ നേടിയെടുക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി മാറട്ടെ. അറിഞ്ഞോ അറിയാതെ ഒരുപാട് സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് നയിക്കുമ്പോൾ സ്വർഗത്തിന്റെ വിശ്വാസത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി നമ്മളിൽ നിന്ന് വന്നുകൊണ്ട് കുട്ടുകൊടുത്ത് മാപ്പാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിടവാറിലുള്ള വിശ്വാസികളായിട്ടുള്ള മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ എല്ലാവരോടും നല്ല ബന്ധം പുലർത്താനും കുടുംബ ബന്ധങ്ങൾക്ക് അർഹമായ ഗൗരവം നൽകാനുള്ള മനസ്സും ഹൃദയവും പ്രദാനം ചെയ്യുമാറാകട്ടെ. والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم انصرنا من النار. اللهم احينا بالكتاب والسنة واتنا للإيمان والتوبة. ربنا لا تزغ قلوبنا بعد إذ هديتنا من لدنك رحمة. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الله